ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു സൈപ്രോ. CSIR ലൈഫ് സയൻസിൻ്റെ സിലബസിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമുക്ക് ഒരു പ്രൊപ്പോസ്ഡ് റിവൈസ്ഡ് സിലബസ് CSIR വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആ സിലബസ് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫീഡ്ബാക്ക് കൊടുക്കാം. അതനുസരിച്ചായിരിക്കും അവർ ആ ഒരു സിലബസ് അപ്രൂവ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡിസിഷൻ നിങ്ങളുടെ കയ്യിലാണ്, നോക്കുക. ഓക്കെ, ഇപ്പോൾ സിലബസിൽ കുറച്ച് അഡീഷണൽ ഉണ്ട് കേട്ടോ. നോക്കിയേ, സിലബസിൽ കുറച്ച് പുതിയ കാര്യങ്ങൾ, ബയോടെക്നോളജി കുറച്ച് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ CSIRൻ്റെ സിലബസ്. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് അല്ലേ. നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് അതൊക്കെ തന്നെയാണ്. സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് ബയോമോളിക്യൂൾസ്, സെല്ലുലാർ ഓർഗനൈസേഷൻ, ഫണ്ടമെൻ്റൽ പ്രോസസ്, സെൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് സിഗ്നലിംഗ്, ഡെവലപ്മെൻ്റൽ ബയോളജി, ഫിസിയോളജി, പ്ലാന്റ് ഫിസിയോളജി, ആനിമൽ ഫിസിയോളജി, അതുപോലെ ഇൻഹെറിറ്റൻസ് ബയോളജി, ഇവിടെ എവല്യൂഷൻ ആൻഡ് ഡൈവേഴ്സിറ്റി ഓഫ് ലൈഫ് ഫോംസ് അത് ഒന്നിച്ചാക്കിയിട്ടുണ്ട്. പിന്നെ എക്കോളജി ആൻഡ് ബിഹേവിയറൽ ബയോളജി. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാമല്ലോ ഈ 11 അതുപോലെ തന്നെ 12, 13 ഇത് മൂന്നും പുതിയതാണ്. ഓക്കെ, DBTയുടെ എക്സാമും കൂടി നമ്മുടെ CSIRൻ്റെ ഒപ്പം മെർജ് ചെയ്യാൻ പോവുകയാണ് ആ രീതിയിൽ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് കൊടുക്കാം, അതനുസരിച്ചായിരിക്കും വരുന്നത്. ഓക്കെ, ഉടനെ ആയിരിക്കില്ല, അതിൻ്റെ സ്റ്റഡിയൊക്കെ അവർ കണ്ടക്ട് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 3 ടോപ്പിക് എന്ന് പറയുന്നത് ബയോടെക്നോളജിയാണ്, എൻ്റയർലി ബയോടെക്നോളജിയാണ് കേട്ടോ. നമുക്കതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കുറച്ച് വേരിയേഷനൊക്കെ ഇടയ്ക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ. സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് ബയോമോളിക്യൂൾസ് വലിയ വ്യത്യാസമൊന്നുമില്ല. ഇനി സെക്കൻഡ്, സെല്ലുലാർ ഓർഗനൈസേഷൻ. ഓക്കെ, അതും ഏകദേശം സെയിം തന്നെയാണ്. ഇവിടെ കുറച്ച് AMR ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതൊക്കെയുള്ളൂ. നോക്കിക്കഴിഞ്ഞാൽ ചെറിയ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം കാണും. ഫണ്ടമെൻ്റൽ പ്രോസസ്. ഓക്കെ, പിന്നെ നമ്മുടെ സെൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇമ്മ്യൂണോളജി നമ്മുടെ സെൽ കമ്മ്യൂണിക്കേഷനിലേക്ക് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം. പിന്നെ ഡെവലപ്മെൻറ്റ് ബയോളജി, നമ്മുടെ പ്ലാന്റ് ഫിസിയോളജി, അതുപോലെ തന്നെ ആനിമൽ ഫിസിയോളജി. ഓക്കെ, പിന്നെ ഇൻഹെറിറ്റൻസ് ബയോളജി, പിന്നെ എവല്യൂഷൻ ആൻഡ് ഡൈവേഴ്സിറ്റി ഓഫ് ലൈഫ് ഫോംസ്. ഓക്കെ, ഇതിൽ മൈക്രോബിയൽ ലൈഫൊക്കെ എടുത്ത് പറയുന്നുണ്ട്. നേരത്തെ എല്ലാം കൂടി ഒറ്റ സെൻറ്റൻസ് അല്ലെങ്കിൽ 2 സെൻറ്റൻസിലായിരുന്നു. ഓക്കെ, മൈക്രോബിയൽ ലൈഫ്, പ്രോട്ടിസ്റ്റ്, അതുപോലെ തന്നെ ഫൻജൈ, പിന്നെ നമ്മുടെ ബ്രയോഫൈറ്റ്, ജിംനോസ്പേംസ് അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ എക്കോളജി ആൻഡ് ബിഹേവിയറൽ ബയോളജി. ഓക്കെ, ആക്ട് ആൻഡ് പോളിസീസ് ഒക്കെ കുറച്ച് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ബയോ ഇൻഫോർമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടേഷണൽ ബയോളജി പുതിയതാണ്. ഓക്കെ, ഇത് കുറച്ച് കൂടിയ ഏരിയയാണ് അല്ലേ. മേജർ ബയോ ഇൻഫോർമാറ്റിക്, റിസോഴ്സസ്, ബേസിക് കൺസെപ്റ്റ്, ജീൻ അനോട്ടേഷൻ, മോളിക്കുലർ മോഡലിംഗ് ഇതൊക്കെ പുതിയതാണ്. കുറേ പഠിക്കാനുണ്ട്. ഡ്രഗ് ഡിസൈൻ, സിസ്റ്റംസ് ബയോളജിയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ബയോകെമിക്കൽ എൻജിനീയറിംഗ് ആൻഡ് ഇൻഡസ്ട്രിയൽ ബയോടെക്നോളജി ഉണ്ട്. കുറച്ച് മാത്തമാറ്റിക്സ് ഒക്കെ ഉണ്ട്. എൻജിനീയറിംഗ് പ്രിൻസിപ്പിൾസ്, തെർമോഡൈനാമിക്സ്, ബയോപ്രോസസ് എൻജിനീയറിംഗ്, എൻസൈംസ് ആൻഡ് മൈക്രോബിയൽ ടെക്നോളജി, ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ്, ബയോപ്രോസസ്, പ്ലാന്റ് ഡിസൈൻ, മെറ്റബോളിക് എൻജിനീയറിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ബയോടെക്നോളജി കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നതാണ്. റീകോമ്പിനൻ്റ് DNA ടെക്നോളജിയൊക്കെ നമുക്കുണ്ട്. പിന്നെ മെഡിക്കൽ മൈക്രോബയോളജി, അതിലൊക്കെ കുറച്ച് അഡീഷൻ വന്നിട്ടുണ്ട്. പിന്നെ ആനിമൽ ബയോടെക്നോളജി, അഗ്രികൾച്ചറൽ ബയോടെക്നോളജി, മറീൻ ബയോടെക്നോളജി ഒന്നും നമുക്ക് നേരത്തെ ഇല്ലായിരുന്നു. അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ ബയോടെക്നോളജി ഒക്കെ കേട്ടോ. അതുപോലെ തന്നെ മെത്തേഡ്സ് ഇൻ ബയോടെക്നോളജി നമ്മുടെ നേരത്തെ തന്നെയാണ്, എന്നാലും കുറച്ച് എക്സ്ട്രാ ഒക്കെ ഇടയ്ക്കൊക്കെ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സബ്ജക്റ്റ് വരുന്നത്. പിന്നെ ബയോ സേഫ്റ്റി, ബയോ എത്തിക്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കയറുക, എന്നിട്ട് നിങ്ങൾക്ക് അതിൽ ചെക്ക് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് അവിടെ ഫീഡ്ബാക്ക് കൊടുക്കാം. സിലബസ് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് കൊടുക്കാം, അതിന് നോക്കാം. DBTയുടെയും അതുപോലെ തന്നെ CSIRും രണ്ടും കൂടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ CSIR മാത്രം നോക്കുന്ന ബോട്ടണി, സുവോളജി ഒക്കെ പഠിച്ച കുട്ടികൾക്ക് ചിലപ്പോൾ ബയോടെക്നോളജി അതിയായി വരുന്നത് ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.